പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ അതിജീവിതയ്ക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പ്രിൽന രാജ്. അതിജീവിതയെ കുറ്റപ്പെടുത്തിയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. നടി സീമ ജി നായർ, ശ്രീലേഖ IPS തുടങ്ങിയവർ രാഹുലിനെ പിന്തുണച്ച് വൻ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൽനയും രാഹുലിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നത്. ഭർത്താവ് ഉണ്ടായിട്ടും കാമുകനൊപ്പം പോയ സ്ത്രീയെ പിന്തുണയ്ക്കുന്നതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് പ്രിൽന ചോദിക്കുന്നത്. ഈ നടപടികളിലൂടെ വിവാഹിതരായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പാഠം എന്താണെന്നും, നിങ്ങൾ ഭർത്താക്കന്മാരെ ചതിച്ചോളൂ, അതിനുശേഷം വരുന്ന എന്ത് പ്രശ്നങ്ങൾക്കും നമ്മുടെ സർക്കാർ കൂടെ തന്നെ നിൽക്കും എന്നാണോ? സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യത്തിൽ പിന്നീട് പുരുഷൻ മാത്രം എങ്ങനെ തെറ്റുകാരനാകുമെന്നും അവർ ചോദിക്കുന്നു. പ്രിൽന രാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അധപ്പതിച്ചൊരു പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന് പറയാൻ തോന്നുന്നു സഖാക്കന്മാരെ. ഭർത്താവ് ഉണ്ടായിട്ടും കാമുകനോടൊപ്പം അയാൾ വിളിച്ചെടുത്ത് പോയി കിടന്നുകൊടുത്ത സ്ത്രീയുടെ കഴിഞ്ഞ ഗർഭകഥയിലേക്ക് കടന്നു ചെന്ന് അവളോടൊപ്പം ചെന്ന് കൊട്ടിഘോഷിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതിൽ കൂടി നിങ്ങൾക്ക് വിവാഹിതരായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പാഠം എന്താണ്? നിങ്ങൾ ഭർത്താക്കന്മാരെ ചതിച്ചോളൂ, എന്നിട്ട് എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ചോളൂ, അതിനുശേഷം വരുന്ന എന്ത് പ്രശ്നങ്ങൾക്കും നമ്മുടെ സർക്കാർ കൂടെ തന്നെ നിൽക്കും എന്നാണ്. അത് സ്ത്രീയെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുമെന്നാണ്. കാരണം കൂടെ നിൽക്കാൻ ഓരോ പ്രസ്ഥാനങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടല്ലോ. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സുഖിച്ച കാര്യത്തിൽ പിന്നീട് പുരുഷൻ മാത്രം ഇങ്ങനെ തെറ്റുകാരനായി. ഈ ഗർഭം നടന്നിട്ട് നാളെത്രയായി? ഇപ്പോഴാണ് ബ്ലീഡിംഗ് വേദന അറിഞ്ഞു തുടങ്ങിയത്. അന്ന് ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അയാൾക്കെതിരെ എന്തുകൊണ്ട് ഇതുപോലെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്ത സ്ത്രീയെ എങ്ങനെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ പലരെയും നിങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലെ ചിലർ പീഡിപ്പിച്ച സ്ത്രീകൾക്കെതിരെ നിങ്ങൾ നിലപാടെടുക്കാത്തത് എന്തായിരുന്നു? അതും സ്ത്രീകൾ തന്നെയല്ലേ? അതിന്റെ തീവ്രത അളന്നു കിട്ടിയില്ല എന്നാണോ? രാഷ്ട്രീയപരമായി കപട ധാർമ്മികതയാണ് ഇതെന്ന് വ്യക്തം. അയാളെ രാഹുലിനെ വലിച്ചു പുറത്തിടുന്ന നേരത്ത് നിങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്ന പലരെയും എടുത്ത് പുറത്തിടാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട മക്കളുടെ കൂടെ നിങ്ങൾ നിൽക്കുക, അവർക്ക് നിങ്ങൾ നീതി മേടിച്ചു കൊടുക്കുക. സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെ നിങ്ങൾ നിൽക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഗർഭം കഴിഞ്ഞിട്ട് കാലം എത്രയായി? സ്ത്രീയും പുരുഷനും ഒരുപോലെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം. സ്ത്രീയെ സേഫ് ആക്കേണ്ടതില്ല. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർക്കെതിരെയും എന്തും തൊടുത്തുവിടുവാൻ സാധിക്കും. കേസ് കൊടുത്തപ്പോൾ വിവാഹിതയാണെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ അറിയുമെന്ന് കാണാമെന്നാണ് ആ കുറിപ്പ്.